നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻ്ററിൻ്റെ ഡയറക്ടറാണ്. തിരുവനന്തപുരത്താണ് ഈ സ്ഥാപനം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബ്രെയിൻ ഡിസീസിനെ പറ്റിയാണ്. അത് തലച്ചോറിനുണ്ടാകുന്ന അസുഖം. ഒരു വലിയ സബ്ജക്റ്റാണ്, ചെറുതല്ല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പറയാം. പക്ഷേ ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത്, ഇപ്പോൾ കൂടുതൽ ആൾ ചോദിക്കുന്നത് ഈ ഒരു വശം തളർന്നു പോവുക, പിന്നെ രണ്ട് വശവും തളർന്നു പോവും, പിന്നെ ഇളിക്ക് താഴെ തളർന്നു പോവും. അപ്പോൾ ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് പൊതുവെ പറയുന്നത് പാരാലിസിസ് എന്നാണ്. അപ്പം ഹെമിപ്ലീജിയ, പാരാപ്ലീജിയ, ക്വാഡ്രാപ്ലീജിയ, അതായത് ഒരു വശം തളർന്നു പോവുക, രണ്ട് വശം തളർന്നു പോവുക, കിളിക്ക് താഴെ തളർന്നു പോവുക. ഇത് പല കാരണങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ബ്രെയിനിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുഴപ്പം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തളർച്ചയൊന്നും വരില്ല. അത് തളർച്ച വരേണ്ട കാരണങ്ങൾ, ഒന്ന് ഫിസിക്കൽ ഡിസീസസ് വരും. ഇപ്പോൾ ഉദാഹരണം ഡയബറ്റീസ്, പിന്നെ ഹാർട്ട് ഡിസീസ്, പിന്നെ ക്യാൻസർ ഓഫ് ബ്രെയിൻ. അപ്പോൾ ഇതിൽ ഒരുപാട് കാരണങ്ങൾ നമുക്ക് വരും. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഘടകങ്ങൾ പറയുമ്പം നമുക്കൊരു തന്നെ ഒരു വശം തളർന്നു പോകുന്നു, വലതുവശം അല്ലെങ്കിൽ ഇടതുവശം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാരണങ്ങളൊന്ന്, ഉദാഹരണം നമുക്ക് BP, ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിനകത്ത് രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഹാർട്ടിനെ നമ്മൾ സംരക്ഷിക്കണം. അപ്പോൾ എപ്പോഴും ഒരാൾ നമ്മൾ BP നോക്കണം. BP നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BP വളരെ ഹൈ ആയിക്കഴിഞ്ഞാൽ ഈ രക്തക്കുഴലുകൾ പൊട്ടും എന്നുള്ളത് ഡെഫിനറ്റാണ്. പിന്നെ മാത്രമല്ല, നമുക്കെപ്പോഴും നമുക്ക് ബോഡിയിൽ ഹാർട്ട് ഫെയിലിയർ പല രീതിയിലും വരും. അത് ചിലപ്പോൾ അത് ഇങ്ങനെ വന്നിട്ട് എർത്ത് ക്വേക്ക് പോലാണ്. എപ്പോഴും ഭൂമി കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹാർട്ടെന്ന് പറഞ്ഞാൽ ഒരു വലിയ വർക്കിംഗ് ഓർഗനാണ്. അവനെപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. വിചാരിച്ച് മറ്റു അവയവത്തിൻ്റെ അത്രയും കുഴപ്പം വരില്ല. എന്നാൽ തന്നെയും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഒരു ആളിൻ്റെ BP ആണ്. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെയും BP കാണിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ആഹാര രീതികളാണ് ഏറ്റവും പ്രധാന ഘടകം. പിന്നെ ഈ BP നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും? പിന്നെ BP ഉണ്ടാകാതിരിക്കത്തക്ക ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഈ സാധാരണ സോഡിയം ക്ലോറൈഡ്, കറിവേപ്പ്, ഈ കറിവേപ്പ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ BP കൂടും. അത് ഒരു സംശയമില്ല. അപ്പോൾ അച്ചാർ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായി കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ BP കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ അതിന് നമുക്ക് അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടുണ്ട്. ഈ റോക്ക് സാൾട്ട് കഴിഞ്ഞാൽ അത്രയും കുഴപ്പമില്ല, കുറച്ച് സേഫാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ സോഡിയം ക്ലോറൈഡ്, നമ്മുടെ കറിവേപ്പിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം ഇത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് രക്തക്കുഴലുകളെ കട്ടിയാക്കും. അതായത് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഹാർഡനിങ് ഓഫ് ദി ആർട്ടറീസ്, അതിൻ്റെ ഒരു പ്രധാന ഘടകം. അപ്പോൾ നമ്മുടെ തലച്ചോറിനകത്ത് ഇതെല്ലാം ഉണ്ട്, ഹാർട്ടിനകത്തുണ്ട്, തലച്ചോറിലുമുണ്ട്. അപ്പോൾ BP കൂടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ BP കൺട്രോൾ ചെയ്യുക. പിന്നെ ഈ ഡയബറ്റിസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും, അതായത് ഷുഗർ കൂടിക്കഴിഞ്ഞാൽ, ഗ്ലൂക്കോസ് അത് കൊണ്ടു കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ തലച്ചോറിനെ ബാധിക്കും. അതുകൊണ്ടും സ്ട്രോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതലും ഉണ്ടാകുന്നത് ഹാർട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഹാർട്ടിനെയാണ് ഏറ്റവും നോക്കേണ്ടത്. പിന്നെ ഏത് രീതിയിലായി കഴിഞ്ഞാൽ തന്നെയും ഈ എനി റീസൺ ആയിക്കോട്ടെ, ഈ പാരാപ്ലീജിയ ആയാലും ക്വാഡ്രാപ്ലീജിയ ആയാലും പിന്നെ ഈ ഒരു വശം തളരുന്നതും രണ്ട് വശം തളരുന്നതും ഇടിക്ക് താഴെ തളരുന്നതെല്ലാം, അതിൻ്റെ എല്ലാം ട്രീറ്റ്മെൻറ്റാണ് പിന്നെ പ്രധാനം. അപ്പോൾ ഉദാഹരണം, ഒരു വൈറ്റമിൻസിൻ്റെ കൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു പരിധി, എല്ലാത്തിനും ഞാൻ ഒരു പരിധിയാണ് പറയുന്നത്. പിന്നെ BP കൺട്രോൾ ചെയ്യാനുള്ള ഡ്രഗ്സുകൾ ധാരാളമുണ്ട്. അമിതമായിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിക്കാതിരിക്കുക. എന്നാലും ചില കണ്ടീഷൻ നമുക്ക് ഡ്രഗ്സ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കേണ്ടത് ഒന്നിലെ ഹോമിയോപ്പതിക് മെഡിസിനോ ആയുർവേദത്തിലോ ഒക്കെ നോക്കാം. അവർക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളതുകൊണ്ട് ഡ്രഗ്സ് അല്ലാതെ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഞാൻ പല വൈദ്യശാസ്ത്രം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആളായതുകൊണ്ടാണ്.
പിന്നെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഡോക്ടർ ആയുർവേദമോ ഹോമിയോപ്പതിയോ മോഡേൺ മെഡിസിനോ പഠിച്ചിട്ടുള്ള ഇപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു എല്ലാ സിസ്റ്റം പഠിക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ സെക്രട്ടേറിയറ്റിലെ പല മെഡിക്കൽ ഡോക്ടേഴ്സും പിന്നെ മെഡിക്കൽ ഓഫീസേഴ്സും ഈ 2-3 സിസ്റ്റം പഠിച്ചിട്ടുള്ള ആളുകൾ എനിക്ക് ധാരാളമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ളത് കിട്ടും. ഇപ്പോൾ ഉദാഹരണം ഹോമിയോപ്പതിയിലാണെന്നുണ്ടെങ്കിലും നല്ല എഫക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ ആയുർവേദത്തിലായി കഴിഞ്ഞാലും ഉണ്ട്. പക്ഷേ അത് ഡ്രഗ്സ് അല്ല. പക്ഷേ ഈ ഡ്രഗ്സിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഹോമിയോപ്പതിയിലാണെങ്കിൽ അതിൻ്റെ ജനറലായിട്ടുള്ള എക്സ്ട്രാക്റ്റുകളാണ്, അല്ലെങ്കിൽ അതിന് മദർ ടിഞ്ചേഴ്സ് എന്ന് പറയും. അപ്പോൾ ആയുർവേദത്തിലാണെങ്കിൽ അതിൻ്റെ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ കഷായം എന്ന് പറയും. അപ്പോൾ ഉദാഹരണം നമുക്ക് അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സർപ്പഗന്ധി. അപ്പോൾ സർപ്പഗന്ധിയുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സർപ്പാസിൽ മോഡേൺ മെഡിസിൻ്റെ ആണ്. അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സർപ്പൻറ്റൈൻ. അതാണ് മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്നത്. അത് വളരെ കുറച്ച് മതിയെങ്കിലും അത് പോയ്സണസ് എഫക്റ്റാണ്. മറ്റേതിൽ റോൾഫിയ സർപ്പൻറ്റീന എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതേ മെഡിസിൻ തന്നെ ആയുർവേദത്തിൽ അതിന് സർപ്പഗന്ധി, അത് കഷായത്തുമായിട്ടും ടാബ്ലറ്റായിട്ടും. പക്ഷേ ഞാൻ ഇത് നമ്മുടെ സബ്ജക്റ്റ് ഇതാണെങ്കിൽ തന്നെ ഇതിൻ്റെ ബേസുള്ള കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു BP ഒരു പേഷ്യൻ്റ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഷുഗർ കണ്ടൻറ്റ് നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതും അല്ലാതെ വരുന്ന ഒരുപാട് കേസുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ ഓഫ് ദ ബ്രെയിൻ. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ തലച്ചോറിലെ ഞരമ്പുകളെ അത് പ്രസ് ചെയ്തിട്ട് തളർത്തും. അത് ചിലപ്പം കംപ്ലീറ്റ് തളരും. അത് ബ്രെയിനിൻ്റെ സെൻറ്ററിൽ അഫക്റ്റ് ചെയ്യുന്ന ഓർഗൻസിനെ ആശ്രയിച്ചിരിക്കും. പിന്നെ ആക്സിഡൻറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ ഒന്നും ആപ്ലിക്കബിൾ അല്ല. അത് സെൻറ്റർ ഡിഫറൻ്റ് ആണ്. അപ്പം ആ ആക്സിഡൻറ്റ് അതിൻ്റെ അനുസരിച്ചിട്ട് ചെയ്യണം. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ഈ ഹെമിപ്ലേജിയ, പാരാപ്ലേജിയ, ക്വാഡ്രാപ്ലേജിയയ്ക്കുള്ളത് ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാലും പിന്നെ ഡ്രഗ്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ടുകഴിഞ്ഞാലും മറ്റ് സോക്കേട് കൊണ്ട് വന്നു കഴിഞ്ഞാലും ഈ ട്രീറ്റ്മെൻറ്റ് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിൽ എല്ലാ സിസ്റ്റത്തിനും ഇതിനെല്ലാം പിന്നെ ചികിത്സാ രീതികളുണ്ട്. അപ്പം ഉദാഹരണം നമുക്ക് മോഡേൺ മെഡിസിനിലുണ്ട്, ഹോമിയോപ്പതിയിലുണ്ട്, ആയുർവേദത്തിലുമുണ്ട്. പിന്നെ ഇതുവരെ നമ്മൾ പറയാത്തൊരു സിസ്റ്റം ഇതാണ് അക്യൂപഞ്ചർ ആൻഡ് ചൈനീസ് മെഡിസിൻ. ഈ ഹെമിപ്ലേജിയ, പാരാപ്ലേജിയ, ക്വാഡ്രാപ്ലേജിയയ്ക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് അക്യൂപഞ്ചറാണ്. അപ്പോൾ ഈ അക്യൂപഞ്ചർ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? കാരണം ഇതിൻ്റെ മെയിൻ ആക്ഷൻ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റമാണ്. ബ്രെയിനിലും ആൻഡ് നെർവസ് സിസ്റ്റം, അതിലാണ് അക്യൂപഞ്ചറിൻ്റെ എഫക്റ്റായിട്ട് വരുന്നത്. ഇത് വളരെ റിസർച്ച് ചെയ്തിട്ട് WHO അംഗീകരിക്കാനുള്ള കാരണം തന്നെ ഇതിൻ്റെ എഫക്റ്റീവ്നെസ് കൊണ്ടാണ്. അപ്പോൾ ഈ അക്യൂപഞ്ചർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മിറക്കിൾ ഡിസീസ് പോലെ, അത് മിറക്കിൾ റിലീഫാണ് കിട്ടുന്നത്. അത് മിക്കവാറും ഡോക്ടേഴ്സിനെ ഇതേപ്പറ്റി ടോട്ടലി ഇഗ്നോറൻ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പം മോഡേൺ മെഡിക്കൽ ഡോക്ടർ ഇപ്പം അക്യൂപഞ്ചർ പഠിക്കണം നിർബന്ധമൊന്നുമില്ല, ആയുർവേദക്കാർ അക്യൂപഞ്ചർ പഠിക്കണം നിർബന്ധമില്ല. പക്ഷേ പണ്ട് ഇതൊരു സബ്ജക്റ്റായിരുന്നു ആയുർവേദത്തിൻ്റെ. അത് മർമ്മ ചികിത്സയായിട്ട് വളരെ സാമ്യതയുള്ളതാണ്. പിന്നെ ഹോമിയോപ്പതിക് ഡോക്ടേഴ്സും പഠിക്കണം, പക്ഷേ ഇതെല്ലാം പഠിക്കുന്ന ധാരാളമുണ്ട്. ഈ ഡെവലപ്ഡ് കൺട്രീസിൽ ഇതെല്ലാം പഠിക്കും. ഇപ്പോൾ ഉദാഹരണം, ഞാൻ അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറും കൂടെ ആയതുകൊണ്ട് അമേരിക്കയിൽ പോയി ഡോക്ടർ പോയി കഴിഞ്ഞാൽ ഒരു മോഡേൺ മെഡിക്കൽ ഡോക്ടറാണെങ്കിൽ പുള്ളി ഹോമിയോപ്പതി പഠിക്കും, നാച്ചുറോപ്പതി പഠിക്കും, അക്യൂപഞ്ചർ പഠിക്കും, ചൈനീസ് മെഡിസിൻ, അവർക്ക് എല്ലാത്തിനെ പറ്റിയ വേറുണ്ട്. ഇവിടുത്തെ ഇന്ത്യൻ ഡോക്ടേഴ്സിന് ഒരു വളരെ ഈഗോ ആണ്. ഇപ്പോൾ ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ് അലോപ്പതിയെ കുറ്റം പറയും, അലോപ്പതിക് ഡോക്ടേഴ്സ് ഹോമിയോപ്പതിയെ കുറ്റം പറയും, ആയുർവേദം എല്ലാം കൂടെ. അതേസമയം അതിൻ്റെ നല്ല കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ എല്ലാ സിസ്റ്റവും നല്ലത് തന്നെയാണ്, അത് ഓരോ സിസ്റ്റത്തിനും അതിൻ്റെ ലിമിറ്റേഷനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ലിമിറ്റേഷനുള്ള സ്ഥാനത്തുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അക്യൂപഞ്ചർ. കാരണം എൻ്റെ ഏകദേശം ഒരു 10-40 വർഷത്തിൽ കൂടുതൽ പിന്നെ പ്രാക്ടീസ് ഉള്ളതാണ് അക്യൂപഞ്ചർ. അപ്പോൾ അതിന് അക്യൂപഞ്ചർ അതിന് ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റത്തിൽ നടക്കുന്ന ഡോക്ടേഴ്സിൻ്റെ അറിവിനും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അതിൽ അക്യൂപഞ്ചർ അനസ്തേഷ്യ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അതായത് ബോധം കെടുത്താതെ നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കും. ദ പേഷ്യൻ്റ് ഈസ് കോൺഷ്യസ് ത്രൂ ഔട്ട് ദ സർജറി ബട്ട് ഡസൻ ഫീൽ ദ പെയിൻ. ഈ സർജറി തീരുന്നത് വരെയും പേഷ്യൻ്റ് ബോധവാനായിരിക്കും, പക്ഷേ വേദന അറിയത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ചോണം അക്യൂപഞ്ചറിൻ്റെ എഫക്റ്റ് എന്തുമാത്രം ഉണ്ടെന്ന്. ഇനി ഞാൻ അതിൻ്റെ സയൻറ്റിഫിക് ആസ്പെക്ട്സ് കൂടെ പറഞ്ഞുതരാം.
അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ, പ്രത്യേകം ന്യൂറോളജിസ്റ്റിന് കുറേ കൂടുതൽ അറിയാം, എല്ലാവർക്കും അറിയാൻ പറ്റും. അത് നമ്മുടെ തലച്ചോറിനകത്ത് എൻഡോർഫിൻ എന്ന് പറയുന്ന സെക്രീഷൻ ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ പെത്തിഡിൻ അല്ലെങ്കിൽ മോർഫിയ. ആ എഫക്റ്റ് നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കും, മോർഫിയ. അതാണ് ഈ അക്യുപഞ്ചറിൻ്റെ ഒരു പ്രത്യേക ഉദ്ദേശം. അക്യുപഞ്ചറിന് മാത്രമല്ല, പ്രഷർ ആയിക്കഴിഞ്ഞാലും മതി. ഇപ്പോൾ ഉദാഹരണം, എൻഡോർഫിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേദന അറിയത്തില്ല. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ഇപ്പോൾ തന്നെ ഇതിൽ തന്നെ ഒരു പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഹോക്കു അല്ലെങ്കിൽ ഹേഗു എന്ന് പറയുന്ന ഒരു പോയിൻ്റുണ്ട്. അത് ചൈനീസ് പോയിൻ്റാണ്. ചൈനീസ് പോയിൻ്റ് മുഴുക്കയും ചൈനീസ് ടൈമിലാണ്. അപ്പം ഇത് ഒരു ലാർജ് ഇൻഡസ്ട്രീൻ്റെ ഒരു പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ ഈ പോയിൻ്റ് പ്രസ് ചെയ്താൽ തന്നെയും അതിൻ്റെ ആക്ഷൻ പോകുന്നത് തലച്ചോറിനകത്താണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന എല്ലാത്തിനും അത് നല്ലതാണ്. ഹെമിപ്ലേജിയ, പാരാപ്ലേജിയ, ക്വാഡ്രാപ്ലേജിയ, അതുപോലെ തന്നെ വേദന അറിയാതിരിക്കാനും ഞരമ്പിന് മാക്സിമം ബലം വരാനും. ഇപ്പോൾ ഉദാഹരണം, നമുക്കൊരു തലവേദന ഉണ്ടെന്നിരുന്നോട്ട്, തലവേദന ഉണ്ടെങ്കിൽ നമ്മുടെ ഇതാണ് എൻ്റെ പോയിൻ്റ് കണ്ടോ, ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പല രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടും. ഈ അക്യുപഞ്ചർ ഇപ്പോൾ ധാരാളം ഒരുപാട് ആളുകൾ ഈ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടല്ല. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് കാര്യം ഇതിങ്ങനെ ഒരു 5-10 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലവേദന നിൽക്കുന്നത് കാണാം, പല്ലുവേദന കുറയും, എല്ലാ വേദനയും ഇപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സിസേറിയൻ വരെയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ അക്യുപഞ്ചർ അനസ്തേഷ്യ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ആക്ഷൻ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റത്തിലാണ്. അപ്പോൾ ഇത് അതായത് നമുക്ക് ഏത് തളർവാദം വന്നു കഴിഞ്ഞാലും ഇത്രയും എഫക്റ്റ്, പ്രത്യേകിച്ച് ഞരമ്പിൻ്റെ കാരണങ്ങൾ കൊണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ആക്സിഡൻറ്റ് വന്ന് ഞരമ്പ് മുറിഞ്ഞു പോകും. മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല അക്യുപഞ്ചർ നോക്കുന്നത്. കാരണം അവിടെ സപ്ലൈ ഇല്ലല്ലോ, ഞരമ്പ് കംപ്ലീറ്റ് മുറിഞ്ഞു പോയില്ലേ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാത്തിനും വളരെ എഫക്റ്റീവായിട്ടാണ് ഈ അക്യുപഞ്ചർ. അത് ഞാൻ പറയേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുപോലുള്ള പേഷ്യൻസ് തളർവാദം പിടിച്ച് കിടക്കുന്നവരാണെങ്കിൽ അവരടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്യുപഞ്ചർ അറിയാവുന്ന ഡോക്ടേഴ്സിനെ കൊണ്ട് ചികിത്സിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് അക്യുപഞ്ചർ നിസ്സാരമല്ല. ഇത് ചൈനയിലായാലും അമേരിക്കയിലായാലും എല്ലാം 5 ഇയർ കോഴ്സാണ്. അപ്പോൾ അവർ കൊടുക്കുന്ന ഡിഗ്രി തന്നെ CMD, ഡോക്ടർ ഓഫ് ചൈനീസ് മെഡിസിൻ, അല്ലെങ്കിൽ OMD, ഡോക്ടർ ഓഫ് ഓറിയൻ്റൽ മെഡിസിൻ. ഈ ചൈനയിലുള്ള മിക്കവാറും എല്ലാ ഡോക്ടേഴ്സും ഇതറിയാൻ പറ്റും. പക്ഷേ അവരുടെ ഒരു നാഷണൽ മെഡിസിനാണ് അക്യുപഞ്ചർ ആൻഡ് ചൈനീസ് മെഡിസിൻ. അവിടെ മോഡേൺ മെഡിക്കൽ കോളേജ് ആയിക്കഴിഞ്ഞാൽ തന്നെ അവരിതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആർമിക്ക് തന്നെ ഒരു ട്രെയിനിങ് കൊടുക്കും. ഞാൻ ഇത്രയും പറഞ്ഞെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രാധാന്യമാണ് ഈ അക്യുപഞ്ചർ. അപ്പോൾ ഇത് ലോകം മുഴുക്കെ പ്രചരിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അക്യുപഞ്ചർ ഇന്ത്യയിൽ നിന്നാണ് ഇത് ഉടലെടുത്തെങ്കിൽ തന്നെയും ഇത് ലോകം മുഴുക്കയും പിന്നെ വ്യാപിച്ചിട്ടുണ്ട്. അന്ന് അശോകൻ്റെ കാലത്താണിത് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുമാത്രം BC 300 വരെ നമ്മുടെ ഇന്ത്യക്കാർ ഇതെല്ലാം ചെയ്തിരുന്നു എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ആയുർവേദത്തിൽ. പക്ഷേ ഇപ്പോൾ അത് അവരുടെ സബ്ജക്റ്റൊക്കെ ഉണ്ടോയെന്ന് തന്നെ അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും പിന്നെ ഇതിൻ്റെ കൂടെ വൈറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് വൈറ്റമിൻ B12 ഒരു അറിവിന് വേണ്ടി ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടും ആ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യാം. പക്ഷേ കഴിയുന്നത് നിങ്ങൾ അക്യുപഞ്ചർ അറിയാവുന്ന ഒരു ഡോക്ടറെ കൊണ്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ വളരെ ഇവിടെ തന്നെ എൻ്റെ ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ട്, നടക്കാൻ വയ്യാത്തത്, കൈ പൊക്കാൻ വയ്യാത്തത്. ചിലപ്പോൾ ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അക്യുപഞ്ചറിനെ പറ്റി പറഞ്ഞാൽ അതൊരു വലിയ സബ്ജക്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ കൂടുതലായിട്ട് പറയാൻ പോകുന്നില്ല. അപ്പം ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും നമുക്ക് ഈ തളർവാദം അല്ലെങ്കിൽ ഒരു വശം തളരുക, 2 വശം തളരുക, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് താഴെ അല്ലെങ്കിൽ ശരീരം മുഴുക്ക തളർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് വൈറ്റമിൻസ് കൊള്ളാം, മിനറൽസ് കൊള്ളാം, ട്രേസ് മിനറൽസ്, അതുപോലെ അതിന് പറ്റിയ ആഹാരം, ഇതെല്ലാം പ്രധാനപ്പെട്ട ഘടകമാണ്. എന്ന് വിചാരിച്ച് നമുക്ക് ഈ കിടക്കുന്ന രോഗികളുടെ എക്സസൈസ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ ഫിസിയോതെറാപ്പി എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ്. ഈ അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ അതൊരു ഫിസിയോതെറാപ്പിയാണ്. പക്ഷേ ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം തന്നെ ഒഴിവാക്കാം. ആൻജിയോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില കിഡ്നി പേഷ്യൻ്റ്, ബ്രെയിൻ പേഷ്യൻ്റൊന്നും ആൻജിയോഗ്രാം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലുള്ള കേസ് വളരെ സേഫായിരിക്കും ഈ ഹാർട്ട് സ്കാൻ. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതേപ്പറ്റി ഞാനിവിടെ പ്രധാനമായിട്ട് ഇതാണ് ചെയ്യുന്നത്. അതിന് കൊടുക്കുന്ന ലേസർ ട്രീറ്റ്മെൻറ്റാണ്. അത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആണ്. അത് ഡെവലപ്പ് കണ്ടീഷനാണ് പ്രാക്ടീസ്. എന്നാലും എൻ്റെ ഈ സെൻറ്ററിൽ ഇത് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.